കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് ആധാർ കാർഡാണ് അല്ലേ? സത്യം പറഞ്ഞാൽ ഇതില്ലാതെ ഇന്ന് ഇന്ത്യയിൽ ഒരു കാര്യവും നടക്കില്ല എന്ന അവസ്ഥയാണ്. പക്ഷെ ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. നിങ്ങളുടെ ജനനതീയതി തെളിയിക്കാനുള്ള ഒരു രേഖയായി ഇനി മുതൽ ആധാർ ഉപയോഗിക്കാൻ കഴിയില്ല. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷേ ഇതൊരു വലിയ മാറ്റമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഇതാണ് സംസാര വിഷയം. എന്തിനാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? സാധാരണക്കാരെ ഇതെങ്ങനെ ബാധിക്കും? നമ്മൾ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു IT എംപ്ലോയി തന്റെ പാസ്പോർട്ട് പുതുക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായി ആധാർ കാണിച്ചാൽ അത് ഇനി അംഗീകരിക്കില്ല. അല്ലെങ്കിൽ ഒരാൾ പുതിയൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പോകുന്നു, അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് വെറും ഒരു അഭ്യൂഹമല്ല, UIDAI അഥവാ ആധാർ അതോറിറ്റി തന്നെ ഇത് വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആധാർ എന്നത് ഒരു തിരിച്ചറിയൽ രേഖയാണ്. അതായത് നിങ്ങൾ ഇന്നയാളാണെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ ഐഡന്റിറ്റി. അതൊരിക്കലും ഒരാളുടെ ജനനതീയതി കൃത്യമായി സാക്ഷ്യപ്പെടുത്താനുള്ള രേഖയല്ല. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ പണ്ട് ആധാർ എടുത്തപ്പോൾ കൊടുത്ത ജനനതീയതി എങ്ങനെയാണ് അതിൽ വന്നതെന്ന് ഓർക്കുന്നുണ്ടോ? പലപ്പോഴും മറ്റ് രേഖകളില്ലാത്തവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. ആധാർ കാർഡിന് മുകളിൽ തന്നെ ഇപ്പോൾ ഒരു വാചകം വരുന്നുണ്ട്. ആധാർ എന്നത് ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ്, പൗരത്വമോ ജനനതീയതിയോ തെളിയിക്കാനുള്ള രേഖയല്ല എന്ന് അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ആധാർ കാർഡ് ഒന്ന് എടുത്തു നോക്കണം. ഈ മാറ്റം അതിലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എംപ്ലോയിഡ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO പോലും ഇപ്പോൾ ഈ മാറ്റം അംഗീകരിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങളുടെ PF രേഖകളിൽ ജനനതീയതി തിരുത്തണമെങ്കിൽ ഇനി ആധാർ നൽകിയിട്ട് കാര്യമില്ല. 10% ആളുകൾ പോലും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. നമ്മൾ പലപ്പോഴും എളുപ്പത്തിന് വേണ്ടിയാണ് ആധാർ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ ഇനി മുതൽ ആധാർ 2ാം നിരയിലേക്ക് മാറുകയാണ്. നമ്മളൊന്ന് നിന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഒരു ഹോം ലോൺ എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളുടെ പ്രായം നോക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ? നിങ്ങളുടെ ലോൺ കാലാവധി നിശ്ചയിക്കുന്നത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ തെറ്റായ ഒരു ജനനതീയതി നൽകിയാൽ ഇത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് ജനനതീയതി തെളിയിക്കാൻ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റോ തന്നെ വേണമെന്ന്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കുന്നത് നല്ലതാണ്. പണ്ട് ഇതിനൊന്നും നമ്മൾ അത്ര വലിയ വില കൊടുത്തിരുന്നില്ല. പക്ഷെ ഇനി മുതൽ ഓരോ രേഖയ്ക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ആധാർ ഒരു മാസ്റ്റർ കീ ആണെന്ന് നമ്മൾ കരുതി, പക്ഷെ അത് എല്ലാ വാതിലുകളിലും തുറക്കില്ല എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല മാറ്റമാണ്. വിവരങ്ങളുടെ സുരക്ഷിതത്വവും കൃത്യതയും ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണ ജോലിക്കാരനാണെങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുമ്പോൾ പാൻ കാർഡോ പാസ്പോർട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റോ കൈവശം വെക്കാൻ മറക്കരുത്. ആധാർ മാത്രം വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാൽ പല ഓഫീസുകളിൽ നിന്നും തിരിച്ചു പോരേണ്ടി വരും. ഇത് വെറുമൊരു സാങ്കേതിക മാറ്റമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ പിന്നെ ആധാർ എന്തിനാണെന്ന്. ആധാർ നിങ്ങളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിയാണ്. ബയോമെട്രിക് വിവരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് ആധാർ ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ കാലത്ത് ഡാറ്റയുടെ കൃത്യത വളരെ പ്രധാനമാണ്. ഒരു നമ്പർ, ആ നമ്പറിന് പിന്നിൽ നിങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ, അത് തന്നെയാണ് ആധാറിന്റെ ശക്തി. നിങ്ങളിൽ എത്ര പേർ ഈ മാറ്റത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നോ? ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മളുടെ കയ്യിലുള്ള രേഖകൾ ഒന്ന് ഒത്തുനോക്കുക. SLC ബുക്കിലെ ജനനതീയതിയും ആധാറിലെ തീയതിയും ഒന്നാണോ? അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉള്ളതാണോ ആധാറിലുള്ളത്? ഇത് രണ്ടും തമ്മിൽ മാറ്റമുണ്ടെങ്കിൽ അത് ഭാവിയിൽ വലിയ തലവേദനയാക്കാം. പ്രത്യേകിച്ചും പെൻഷൻ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് ക്ലെയിമുകളും ഒക്കെ വരുമ്പോൾ. ഗവൺമെന്റ് ഇപ്പോൾ ഇത് കർശനമാക്കാൻ തീരുമാനിച്ചത് സുതാര്യത കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഒരു സാധാരണ മലയാളിക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പ്രവാസികളും പെൻഷൻകാരും ഒക്കെ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ കാര്യത്തിൽ ജനനതീയതി വളരെ നിർണായകമാണ്. മറ്റൊരു കാര്യം കൂടി, ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സർക്കാർ നൽകിയ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം. 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് വെറുതെയല്ല. നമ്മുടെ അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഒക്കെ മാറിയിട്ടുണ്ടാകാം. പക്ഷെ ജനനതീയതിയുടെ കാര്യത്തിൽ ഇനി ഒരു പുനർചിന്തനം ആവശ്യമാണ്. ആധാർ കാർഡിലെ തീയതി മാത്രം വെച്ച് ഇനി ഒരു കാര്യവും പ്ലാൻ ചെയ്യരുത്. നിങ്ങളൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔദ്യോഗിക രേഖകൾക്ക് അപേക്ഷിക്കുകയാണെങ്കിലോ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം.
കാലം മാറുകയാണ്, അതോടൊപ്പം നിയമങ്ങളും. നമ്മൾ ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ ഇത് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കും. ഈ വിഷയം നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ഒന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കും. കാരണം പലരും ഇപ്പോഴും വിചാരിക്കുന്നത് ആധാർ ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എന്നാണ്. ആ ചിന്താഗതി മാറ്റേണ്ട സമയമായിരിക്കുന്നു. വിവരങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. പ്രത്യേകിച്ച് സാമ്പത്തികവും നിയമപരവുമായ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കാം. ഇനിയൊരു തർക്കം വരാതിരിക്കാൻ അത് സഹായിക്കും. ഇത് കേവലം ഒരു ചെറിയ വാർത്തയല്ല, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വലിയൊരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗൗരവമായി കാണുക, രേഖകൾ കൃത്യമായി കൈവശം വെക്കുക, കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.